കേരളത്തിൽ ഇങ്ങനെയുള്ള കച്ചവടം ഒന്നും പോസിബിൾ അല്ല എന്ന് പറയുന്ന ആൾക്കാർ ഇതൊന്ന് കണ്ടു. ഞാനും ഞങ്ങളുടെ ടീമും ഒക്കെ കൂടെ ആലപ്പുഴയിൽ ഒരു യാത്ര പോയി. ഹൗസ് ബോട്ടിൽ നല്ല ചൂടിൽ നടുക്കായലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ചെറിയ ബോട്ടിൽ ഒരു ചേട്ടൻ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നത്. ഭയങ്കര നല്ല ചിരി, ഒപ്പം നന്നായി സംസാരിക്കുകയും ചെയ്യുന്നു. പിന്നെ പറയണ്ടല്ലോ, ഞാൻ ആ മനുഷ്യനെ ശ്രദ്ധിച്ചു. ആളുടെ വിശേഷങ്ങളൊക്കെ പറയുന്നു, ഞങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു. അപ്പൊ പലപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, കേരളത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. വളരെ ചെറിയൊരു ബിസിനസ്സാണ്, അതിനെ മനോഹരമായിട്ട് കാണിച്ചിരിക്കുന്നു. സംസാരത്തിനിടയിൽ ആൾ പറഞ്ഞു, വിശ്വസിച്ച് കഴിച്ചോട്ടോ, നല്ല പ്രോഡക്റ്റാ, എത്ര ലാഭം കുറഞ്ഞാലും പ്രോഡക്റ്റ് ഒന്നും മാറ്റില്ല, ട്രസ്റ്റ് നമ്മുടെ മെയിനാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആള് കൊടുക്കുന്ന ബിസിനസ് കാരണം മറ്റ് ഹൗസ് ബോട്ടുകാരൊക്കെയും ഇദ്ദേഹത്തെ റെക്കമെൻഡ് ഒക്കെ ചെയ്യാറുണ്ട്. കോട്ടയത്ത് നിന്ന് വരുന്നതാണോ? ആള് കോട്ടയത്ത് നിന്നാണ് വരുന്നതെന്നും ഒക്കെ ഭയങ്കര നന്നായിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഐസ്ക്രീം ഒക്കെ തന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയിൽ ആ മനുഷ്യൻ ചോദിച്ചു, ഹൗസ് ബോട്ടിലെ ഡ്രൈവർക്ക് നിങ്ങൾ ഐസ്ക്രീം കൊടുത്തോ? അപ്പൊ നമ്മൾ ആലോചിച്ചു, ശരിയാണല്ലോ, കൊടുത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന്റെ ഐസ്ക്രീം വാങ്ങി ഹൗസ് ബോട്ടിൽ നമ്മുടെ ഡ്രൈവർക്കും കൊടുത്തു. സെയിൽസ് അല്ലേ? എന്നോട് ആ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഹൗസ് ബോട്ടിലെ ചേട്ടൻ ഞങ്ങൾക്ക് എന്താ ഐസ്ക്രീം തരാത്തെന്ന് ചോദിക്കുകയൊന്നുമില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കുകയില്ല. അപ്പൊ ഇത് കേരളത്തിൽ നിന്നല്ല, തമിഴ്നാട്ടിൽ നിന്നല്ല, എവിടെയും പോസിബിളാണ്. കൊടുക്കുന്ന സാധനം, ചെയ്യുന്ന ബിസിനസ്, ഇതിനോടൊക്കെ ആത്മാർത്ഥതയും സ്നേഹവും ഉണ്ടെങ്കിൽ ഏത് കസ്റ്റമറിന്റെയും മുഖത്ത് നോക്കി ചിരിച്ച് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനും കച്ചവടം ചെയ്യാനും പറ്റും. താങ്ക് യു.